Marginal costing and decision making. So, one of the important function of management is to make decisions. നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾട്ടർനേറ്റീവ്സ് ഉള്ളതിൽ നിന്നും ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുകയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. സോ മാനേജ്മെൻറ്റിൻ്റെ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ടൂൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടൂള് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. ഓക്കെ, സോ ഏതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്നുള്ളത് നോക്കാം. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നിടത്ത് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ്. സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് സെയിൽസ് മിക്സ് നമ്മൾ ഏതൊക്കെ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ കോമ്പിനേഷനുകളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് റിസൾട്ട് തരുന്നത് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ, പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്, കീ ഫാക്ടേഴ്സ് ഉണ്ട്. ആ കീ ഫാക്ടേഴ്സിൽ നമ്മൾ ഏതിനൊക്കെ കീ ഫാക്ടേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. മേക്ക് ഓർ ബൈ ഡിസിഷൻ, അതും നമുക്ക് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ PV റേഷ്യോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഉണ്ടാക്കണോ അല്ലെങ്കിൽ വാങ്ങിക്കണോ എന്നുള്ള ഡിസിഷൻസ് ഒക്കെ. അതുപോലെ ഷട്ട് ഡൗൺ ഡിസിഷൻ, നമ്മളൊരു പെർട്ടിക്കുലർ ബിസിനസ് അതിൻ്റെ ഒരു ഏകദേശം ഒരു സ്റ്റോപ്പേജ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണോ ബെറ്റർ എന്നുള്ളതൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ദെൻ ആക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡേഴ്സ്, അഡീഷണൽ ഓർഡേഴ്സ്, എക്സ്പോർട്ട് ഓർഡേഴ്സ് ആൻഡ് എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ്സ്. ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. സോ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ, PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, അതുപോലെ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഈ പോയിൻറ്റ്സുകളൊക്കെ നമുക്ക് ഈ മാർജിനൽ കോസ്റ്റിംഗ് കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കാം. സോ അതിൽ ഫസ്റ്റ് വൺ, ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ സാധാരണഗതിയിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റ് കണ്ടീഷൻസ് അതുപോലെ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. നമ്മൾ ഈ മാർക്കറ്റ് കണ്ടീഷൻസും എക്കണോമിക് ഫാക്ടേഴ്സും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ, ഇത് കൂടുതൽ പ്രൈസോ അല്ലെങ്കിൽ കുറഞ്ഞ പ്രൈസോ ഫിക്സ് ചെയ്യേണ്ട വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സോ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഈ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഓരോ സർക്കംസ്റ്റാൻസസിൽ, ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സോ നമുക്ക് അത് പറയുന്നത് 3 പെർട്ടിക്കുലർ സിറ്റുവേഷനാണ്. അതായത് ഒന്ന് പ്രൈസിങ് അണ്ടർ നോർമൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ സെല്ലിംഗ് പ്രൈസ് ബിലോ ദി മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റാണ്. നമുക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യൂണിറ്റ് കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ മാർജിനൽ കോസ്റ്റിനേക്കാളും കുറവായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്. അതുപോലെ പ്രൈസിങ് അണ്ടർ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആൻഡ് ട്രേഡ് ഡിപ്രഷൻ, ഈ സാഹചര്യത്തിലും എങ്ങനെയാണ് പ്രൈസിങ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. പ്രൈസിങ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. ഓക്കെ, സാധാരണഗതിയിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? സെല്ലിംഗ് പ്രൈസസ് ആർ ഫിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്ലസ് ഡിസയേർഡ് പ്രോഫിറ്റ്. കോസ്റ്റ് അതിനോടുകൂടെ ഡിസയേർഡ് പ്രോഫിറ്റ്. നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നത് ആ പ്രോഫിറ്റ് നമ്മൾ അതിനോട് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് റവന്യൂ, സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം എന്ന് നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാകും. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ എത്ര പെർസെൻറ്റേജ് കിട്ടണം എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ സെല്ലിംഗ് പ്രൈസ് ഇസ് ഇക്വൽ ടു, സാധാരണ നോർമൽ കണ്ടീഷനിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. ഇത് മൂന്നും കൂടെ കൂട്ടുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണെങ്കിൽ നമ്മൾ സെയിൽസിൻ്റെ നിശ്ചിത പെർസെൻറ്റേജാണ് നമ്മൾ പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് പ്രോഫിറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് വാല്യൂ. പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് സെയിൽസ് വോളിയം എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ഈ വാല്യൂ ആയിരിക്കണം സെല്ലിംഗ് പ്രൈസ്. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് പറയാം. A Limited has an overall PV ratio of 60%. Okay, if the variable cost of a product is rupees 10, what will be the selling price? ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഓവറോൾ പി വി റേഷ്യോ എന്ന് പറയുന്നത് 60% ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓവറോൾ പി വി റേഷ്യോ 60% ആണ്. അതായത് ഓവറോൾ പി വി റേഷ്യോ എന്ന് പറയുന്നത് 60% ആണ്. ഓക്കെ, സോ പി വി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് പി വി റേഷ്യോ. ഓക്കെ, സോ അത് 60% ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ വേരിയബിൾ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് rupees 10, ഒരു പ്രോഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് 10 രൂപയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ്? ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു ഹിൻറ്റ് തന്നിരിക്കുന്നത് പി വി റേഷ്യോ 60% ആണെന്ന് മാത്രമാണ്. സോ ഇതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിനുള്ള ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാം, സപ്പോസ് സെയിൽസ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കാം, ₹100. വി അസ്യൂം സെയിൽസ് ₹100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും കോൺട്രിബ്യൂഷൻ വരിക? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60% ആണ് അല്ലേ, പി വി റേഷ്യോ 60% ആണ്. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയുന്നത് 60% ആണ്. സോ സപ്പോസ് സെയിൽസ് 100 ആണ് എന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഓക്കെ, സോ ₹60 ആയിരിക്കും കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും വരിക? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് S - C ആണ്. അതായത് എസ് എന്ന് പറയുന്നത് നമ്മൾ 100 അസ്യൂം ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C 60 ആയിരിക്കും. സോ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, സോ വേരിയബിൾ കോസ്റ്റ് 40. ഈ വേരിയബിൾ കോസ്റ്റ് 40 ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു വേരിയബിൾ കോസ്റ്റ് 40 ആണ്. ആ സമയത്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. സെല്ലിംഗ് പ്രൈസ് 100 ആകുമ്പോഴാണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് 40 കിട്ടിയിരിക്കുന്നത്. അതുപോലെ അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേരിയബിൾ കോസ്റ്റ് 10 ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 100 സെല്ലിംഗ് പ്രൈസ് ഉണ്ടാകുന്ന സമയത്ത് 40 ആണ് വേരിയബിൾ കോസ്റ്റ് എങ്കിൽ ഇൻറ്റു 10 വേരിയബിൾ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ്? സോ ഈ ഒരു ഇക്വേഷനിലൂടെ 100 ഡിവൈഡഡ് ബൈ സെയിൽസ്, അതായത് എസ് ഡിവൈഡഡ് ബൈ വി വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്മുടെ വേരിയബിൾ കോസ്റ്റ്, നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 വേരിയബിൾ കോസ്റ്റ് ആകുന്ന സമയത്ത് എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് കിട്ടും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 25 ആണ്. സോ സിമ്പിൾ മാത്തമാറ്റിക്കൽ ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following data are obtained from the records of a factory. ഓക്കെ, ഡാറ്റ നോക്കുക. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 10,000 യൂണിറ്റ്സ് അറ്റ് ₹30 ഈച്ച്, 3 lakh ആണ്. അപ്പോൾ 10,000 യൂണിറ്റ്സ് ആണ്, 30 രൂപയാണ് സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത്. മെറ്റീരിയൽ കൺസ്യൂംഡ് 1 lakh, ലേബർ 60,000, വേരിയബിൾ ഓവർഹെഡ് 40,000, ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് 14,000. സോ ടോട്ടൽ 2,40,000 ആണ് കോസ്റ്റ്
ആയിട്ട് വരുന്നത്, ടോട്ടൽ കോസ്റ്റ്. സോ സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. ഓക്കെ. സോ ഇനി നമ്മളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ബൈ സെല്ലിംഗ് which the company will neither lose nor gain anything. അതായത് എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്യുമ്പോഴാണ് ഈ കമ്പനിക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ളൊരു പൊസിഷനിൽ എത്തുന്നത്. സോ നമുക്കറിയാം ഇവിടെ 10,000 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തിട്ടുള്ളത്. ഈ 10,000 സെയിൽസ് നടത്തുന്ന സമയത്ത് എത്രയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്? 60,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കമ്പനിക്ക് 0 പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ള പൊസിഷൻ, ദാറ്റ് മീൻസ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ആ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ എത്തണമെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് നമ്മൾ യൂണിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പഠിച്ചിട്ടുണ്ട്, വോളിയത്തിലും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും കണ്ടുപിടിക്കണം. സോ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം എത്രയാണ്? 40,000 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് സെയിൽസ് വാല്യൂ പെർ യൂണിറ്റ് അറിയാം 30 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. അതായത് സി പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എസ് പെർ യൂണിറ്റ്, അതായത് സെയിൽസ് വാല്യൂ പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഓക്കെ, സോ സെയിൽ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പെർ യൂണിറ്റിന് എത്രയാണ് വേരിയബിൾ കോസ്റ്റ്? എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? എത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലുള്ള വേരിയബിൾ കോസ്റ്റ്? മെറ്റീരിയൽ കൺസ്യൂംഡ് 1 lakh ആണ്, ലേബർ 60,000 ആണ്, വേരിയബിൾ ഓവർ ഹെഡ് 40,000 ആണ്. സോ ടോട്ടൽ 2 lakh വരും. ഓക്കെ, 1 lakh പ്ലസ് 60,000 പ്ലസ് 40,000, 2 lakh ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. എത്ര യൂണിറ്റ്സ് ആണ്? 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ 2 lakh ഡിവൈഡഡ് ബൈ 10,000 ചെയ്യുമ്പോൾ നമുക്ക് 20 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പറയുന്നത് 20 ആണ്. സോ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അതായത് സെയിൽസ് എന്ന് പറയുന്നത് 30 ആണ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 20 ആണ്. സോ 10 രൂപയാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ വേരിയബിൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? BEP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫിഗറുകളൊക്കെ ആയി. BEP ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 40,000 ആണ്. സോ 40,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ 10 ആണ്. സോ ഈക്വൽ 4,000 യൂണിറ്റ്സ്. സോ 4000 യൂണിറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് പൊസിഷനിൽ എത്തുന്നത്, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the extra units which should be sold to obtain the present profit if it is proposed to reduce the selling price by 20%. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള ഈ പ്രോഫിറ്റ് തന്നെ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര എക്സ്ട്രാ യൂണിറ്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്യണം? എങ്ങനെയാണെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് 20% കുറച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 30 രൂപയാണ്. ഈ സെല്ലിംഗ് പ്രൈസ് 20% കുറച്ചാൽ സെയിൽസ് പ്രൈസ് കുറയും. സെയിൽസ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സുകളും കൂടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും? എത്രയാണ് എക്സ്ട്രാ യൂണിറ്റ്സ് വിച്ച് ഷുഡ് ബി സോൾഡ്? നമുക്ക് ഇതേ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 60,000 എന്ന് പറയുന്ന ഈ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 30 രൂപ, ഒരു കമ്മോഡിറ്റിക്ക് 30 രൂപ വെച്ചിട്ട് വിൽക്കുമ്പോഴാണ് നമുക്ക് ഈ 60,000 പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളോട് ഇവിടെ പറഞ്ഞത് ഈ പ്രോഫിറ്റിൽ നിന്നും 20% കുറയ്ക്കുകയാണെങ്കിൽ, അതായത് 30-ൽ നിന്നും 30-ൻ്റെ 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 രൂപ.
ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മൈനസ് 6 = 24. അതായത് ഒരു കമ്മോഡിറ്റിക്ക് 24 രൂപയാണെന്നുണ്ടെങ്കിൽ 24 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സെയിൽസ് നടത്തും. അപ്പോൾ നമ്മൾ എത്ര എക്സ്ട്രാ യൂണിറ്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഉള്ള ടേംസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക നോക്കാം. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 24 ഓക്കെ, 24 കിട്ടിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നിന്നും നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല അല്ലേ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 20 ആണ്. പെർ യൂണിറ്റ് മാറ്റം ഉണ്ടാവില്ല. സോ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അതായത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ 4 രൂപയാണ്. നമുക്ക് നേരത്തെ 10 രൂപയായിരുന്നു, പക്ഷേ ഇപ്പോൾ 4 രൂപയാണ്. ഓക്കെ, സോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്ര ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്യണം. അതായത് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഒബ്റ്റെയിൻ എ ഡിസൈഡ് പ്രോഫിറ്റ്. നമ്മളൊരു ഇക്വേഷൻ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്, 40,000 ആണ്. പ്ലസ് എത്രയാണ് ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ഈ 60,000. നമുക്ക് ഇതേ പ്രോഫിറ്റ് തന്നെ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 60,000 പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ 30-ൽ നിന്നും 24 കുറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 4 ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 1 lakh ഡിവൈഡഡ് ബൈ 4, അതായത് 25,000. സോ 25,000 യൂണിറ്റ്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സെയിൽ ചെയ്യേണ്ടി വരും നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 25,000 യൂണിറ്റ്സുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എത്ര എക്സ്ട്രാ യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടി വരിക? സോ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. സോ 10,000 യൂണിറ്റ്സ് ഈ 25,000-ൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 15,000. ഓക്കെ, സോ നമ്മൾ അഡീഷണൽ യൂണിറ്റ്സുകൾ മാർക്കറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 15,000 യൂണിറ്റ്സ് ആണ്. സോ ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 15,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെല്ലിംഗ് പ്രൈസ് ടു ബി ഫിക്സ്ഡ് to bring down its BEP to 2,000 units under present conditions. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ BEP എത്രയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 4,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ BEP 2,000 യൂണിറ്റ്സ് ആയിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ BEP 2,000 യൂണിറ്റ്സ് ആയിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എത്രയായിരിക്കണം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്? അതായത് BEP 2,000 യൂണിറ്റ്സ് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ 2,000 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ, മാർക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ BEP ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ BEP എത്രയും കുറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയായിരിക്കണം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്? അപ്പോൾ സ്വാഭാവികമായി ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, നമുക്ക് BEP ലെവൽ കുറഞ്ഞ യൂണിറ്റ്സിൽ തന്നെ BEPയിൽ എത്തണം എന്നുണ്ടെങ്കിൽ എത്രയായിരിക്കണം സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്? ഇപ്പോഴുള്ള സെല്ലിംഗ് പ്രൈസിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കമ്മോഡിറ്റിക്ക് 30 രൂപ വെച്ച് വിൽക്കുമ്പോഴാണ് നമുക്ക് BEP 4,000 കിട്ടിയത്. ഓക്കെ, അതേസമയം നമ്മൾ ഈ 2,000 യൂണിറ്റ്സ് BEPയിൽ ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കണം സെല്ലിംഗ് പ്രൈസ്? ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? നമുക്കറിയാം BEP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. അതായത് അവിടെ സെയിൽസ് എന്ന് പറയുന്നത് ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ്, അതായത് അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്കറിയാം എത്രയാണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം 40,000 ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്?
40,000 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് ആണ് നമ്മളിവിടെ BEP പറഞ്ഞിരിക്കുന്നത്? 2000 യൂണിറ്റ്സ് ആണ്. 2000 യൂണിറ്റ്സ് ആണ് നമ്മളിവിടെ BEP പറഞ്ഞത്, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമെയിൻ അൺചേഞ്ച്ഡ്, കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്. അത് യൂണിറ്റ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ 2000 യൂണിറ്റ്സ് ആണ് BEP എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. ഓക്കെ, സോ നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടി. സോ ഇത് രണ്ടും കൂടെ കൂട്ടിയാലാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതാണ് സെല്ലിംഗ് പ്രൈസ്. സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്നാണ് നമ്മൾ BEPയിൽ പറയുന്നത്. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്, 40 രൂപയാണ്. അതായത് ഒരു കമ്മോഡിറ്റി 40 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 40 രൂപയ്ക്ക് ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. സോ അത് തന്നെയാണ് സെല്ലിംഗ് പ്രൈസ്. സോ BEPയിലുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 രൂപയാണ്. അതായത് 20 വേരിയബിൾ കോസ്റ്റ് പ്ലസ് 20 ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ദാറ്റ് ഈസ് 40 ആണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വരുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമുക്ക് കിട്ടി.